ഹലോ, അപ്പോൾ എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്മളുടെ അടുക്കളപ്പണികളൊക്കെ എത്രയും പെട്ടെന്ന് എങ്ങനെ തീർക്കാം എന്നുള്ള ഒരു ചെറിയ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. 10 മിനിറ്റിൽ നമുക്ക് നമ്മളെ പണികളൊക്കെ സിമ്പിളായിട്ട് തീർക്കാൻ പറ്റിയൊരു വ്ളോഗാണ്. ഒരു സിമ്പിൾ ഡേ റുട്ടീൻ എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. അപ്പോൾ രാവിലത്തേത് ഒരു ലഘുവായൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തൊക്കെ സിമ്പിളായിട്ട് 10 മിനിറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ പഴം നെയ്യ് ഒഴിച്ചിട്ടൊന്ന് വഴറ്റി കൊടുത്ത് നല്ല ബ്രൗണിഷ് കളറാവണം വരെ വഴറ്റി കൊടുത്തിട്ട് മുട്ടയും പഞ്ചസാരയും മിക്സ് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചിട്ട് രണ്ടും കൂടി കുത്തിപ്പൊരിക്കലാണ് ഇട്ട് നമ്മുടെ ആദ്യത്തെ പെട്ടെന്ന് കഴിയുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നട്ട്സോ അത്തിപ്പഴം എന്ത് വേണമെങ്കിലും, ഞാനിപ്പോൾ ഇതിൽ അത്തിപ്പഴം ഇട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. സെർവ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് തേനും കൂടി ഒഴിച്ച് സെർവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിവിടെ കിട്ടുന്ന ഒറിജിനൽ തേനാണ് കേട്ടോ. അവിടെ ഫവൽക്കാട് ഫ്രണ്ടിൻ്റെ ഫാമിൽ ഉണ്ടാക്കുന്ന ഒരു തേനാണ് കേട്ടോ. നല്ല അടിപൊളി തേനാണ്. നേന്ത്രപ്പഴത്തിനോട് എനിക്ക് വലിയ താല്പര്യമില്ലാത്തിട്ട് അത് ഞാൻ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. അപ്പോൾ അങ്ങനത്തെ ദിവസങ്ങളിൽ ഞാൻ എൻ്റേതായ ചില ബ്രേക്ക്ഫാസ്റ്റുകൾ ഉണ്ടാക്കും. ഇതൊരു ബട്ടർ ബണ്ണിൻ്റെ റെസിപ്പിയാണ് ഞാൻ അടുത്തത് കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നല്ല സോഫ്റ്റ് ബണ്ണെടുക്കാൻ ശ്രമിക്കാം. നല്ല നെടുകെ കീറിയിട്ട് അതിൻ്റെ രണ്ട് സൈഡ് ഉള്ളിലുള്ള രണ്ട് ഭാഗത്തും നല്ലോണം ബട്ടർ തീരെ പിശിക്കാണ്ട് തേക്കാട്ടോ. ബട്ടർ നല്ലോണം വേണം, കാരണം ഇത് ബട്ടർ ബണ്ണാണല്ലോ. അപ്പോൾ രണ്ട് സൈഡിലും നല്ലോണം ബട്ടർ തേച്ച് കൊടുത്തിട്ട് അതിലേക്ക് പഞ്ചസാര ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബ്രൗൺ ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ഈ കാപ്പി കളറിലുള്ള പഞ്ചസാര ഉണ്ടല്ലോ, അതൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും കേട്ടോ. ഇത്തിരി കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും അതിന്. ഇട്ട പഞ്ചസാര പുറത്തേക്ക് പോകാത്തത് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് സൈഡിലൊക്കെ നല്ലോണം ബട്ടർ വീണ്ടും ഒന്ന് പരത്തി കൊടുക്കുക. മസ്ക ബണ്ണൊക്കെ തോറ്റ് പോകട്ടെ, അമ്മാതിരി ടേസ്റ്റുള്ള ഒരു ബന്നാണ്. ആരെങ്കിലും ഉണ്ടാക്കാത്തുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി നമ്മൾ നേരെ ഒരു ഫ്രൈ പാനിൽ കുറച്ച് ബട്ടർ തന്നെ ഒന്ന് മെൽറ്റാക്കിയ ശേഷം ഈ ബന്നൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ടോസ്റ്റ് ചെയ്ത ശേഷം പാലൊഴിച്ച് ഇതൊന്ന് സോക്ക് ചെയ്തെടുക്കട്ടെ. ഈ ബന്ന് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഈ പാലൊഴിച്ച് കൊടുക്കുന്നത്. പിന്നെ മിൽക്കും ബട്ടറും കൂടി ചേർന്നാൽ തന്നെ വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി വേണമെങ്കിൽ ഇത്തിരി പഞ്ചസാര ഇപ്പോഴും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കട്ടെ, പക്ഷെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇതാ ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മേലെയും കുറച്ച് തേൻ ഒഴിച്ചെടുക്കാം കേട്ടോ. സിമ്പിൾ ഡേ റൂട്ടീൻ ആയതുകൊണ്ട് തന്നെ 10 മിനിറ്റ് പോലും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയൊന്നുമില്ല. അതുപോലെ തന്നെ ഒരു സിമ്പിൾ ലഞ്ചാണ് ഉണ്ടാക്കുന്നത്. വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഷടേന്നൊരു ലഞ്ചാണിത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ചീര പരിപ്പാണ് കേട്ടോ. അത് ആദ്യം പരിപ്പും തക്കാളി വെളുത്തുള്ളി നിർബന്ധമില്ല, വെളുത്തുള്ളി ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റ് ആട്ടോ. വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതൊക്കെ കൂട്ടിയിട്ട് പരിപ്പ്, നമ്മളെ തൂരപ്പരിപ്പുണ്ടല്ലോ, ഒന്ന് വേവിക്കാനായിട്ട് വെക്കുക. വെള്ളം ഒരുപാട് അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പരിപ്പ് വേവാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ചെടുത്താൽ മതി, കാരണം നമ്മൾ തേങ്ങാപ്പാലാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ പരിപ്പ് വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ചെടുത്താൽ മതി. നല്ല അടിപൊളി കറിയാട്ടോ. പെട്ടെന്നൊക്കെ നമുക്ക് ലഞ്ച് തയ്യാറാക്കാൻ പറ്റും അടിപൊളി കറിയാണ്. അപ്പോൾ അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. മീനൊക്കെ ഞാൻ ആദ്യമേ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം റിപ്പീറ്റേറ്റീവായിട്ട് കാണിക്കണമെന്ന് വിചാരിച്ചാട്ടോ ഞാൻ ഇതൊന്നും ഷൂട്ട് ചെയ്യാണ്ടിരുന്നത്. എപ്പോഴും ഓരോരോ കണ്ടന്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കേണ്ടെന്ന് കരുതിയിട്ടാണ്. ഇത് മറ്റേ വെള്ളഡു എന്നൊക്കെ പറയുന്ന പലരും പല പേരിലാണ് കേട്ടോ ഈ മീൻ പറയാം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനും വെള്ളഡു എന്നാണ് പറയുക. ഇവിടെ ഫവൽക്ക് വേറെ എന്തോ പേര് പറയുന്നത് കേട്ടു. അപ്പോൾ ആ ഒരു മീനാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ വേറെ എന്തോ പേരാണ് കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ അത് കായം പരട്ടി വയ്ക്കലാണ് അടുത്ത പരിപാടി. നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്കും കായം പരട്ടി വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും നേരം പിടിച്ച് കിട്ടുമല്ലോ. ഇത് വെറൈറ്റിക്കായിട്ട് മീൻ പൊരിക്കണമെങ്കിൽ ഞാൻ കുറച്ച് ഉലുവ ആഡ് ചെയ്യുന്നുണ്ട്. ഉലുവ ആഡ് ചെയ്യുമ്പോൾ ഒരുപാടൊന്നും ആഡ് ചെയ്യപ്പോയത് ഒരു 1/4 ടീസ്പൂൺ തികച്ച് വേണ്ട. പിന്നെ വെറൈറ്റി ആയിട്ട് ചേർക്കുന്നത് പുളിയുടെ നീരാണ്. ഒന്നില്ലെങ്കിൽ ചെറുനാരങ്ങ, സൊർക്ക, പുളിയുടെ നീര്, ഇതിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ ചേർക്കൂട്ടാ. അപ്പോൾ ഇന്ന് പുളിയുടെ നീരാണ്. ഇങ്ങനത്തെ ടൈപ്പ് മീനിനൊക്കെ പുളിയുടെ നീര് ചേർക്കാം കേട്ടോ. കുറച്ച് കോൽപ്പുളിയില്ലേ, കോൽപ്പുളിയുടെ വെള്ളം ചേർക്കുന്നതാണ് കുറച്ചും കൂടിയും ബെറ്റർ. പിന്നെ ഞാൻ ഉലുവയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ പ്രാവശ്യവും ഞാൻ മീൻ പൊരിക്കുമ്പോൾ മാറി ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. ചോറും പരിപ്പൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട്. നേരെ ഞാൻ മീൻ കായം പറ്റി വയ്ക്കുകയാണ്, കാരണം നമ്മളത് പണിയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റാണല്ലോ മീൻ വറക്കുക. അപ്പോഴേക്കും കായൊക്കെ നല്ലോണം ഇതിൽ പിടിക്കും. നമ്മൾ പരിപ്പും തക്കാളിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ കണ്ടില്ല, കംപ്ലീറ്റ് ഡ്രെയിൻ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചീര ഇട്ട് കൊടുക്കുക. നമ്മൾ അരിഞ്ഞ് വെച്ച് ചീര ഇട്ട് കൊടുക്കുക. ഇതേ റെസിപ്പി നമുക്ക് പാലക്ക് ചീര വെച്ചിട്ടും ഏത് ചീര വെച്ചിട്ട് നമുക്കിത് ചെയ്യാം കേട്ടോ. ഇത് ജസ്റ്റ് മിക്സ് ചെയ്ത് ഒരു വിസിലും കൂടി വരുത്തട്ടെ. ഇനി ഇതിൽ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ചീരയിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. അപ്പോൾ അതിൽ കിടന്ന് ചീര വെന്തോളും.
അപ്പോൾ നമ്മൾ ചീരയും ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി കണ്ടോ, ഒരുപാട് വെള്ളമൊന്നുമില്ല. ഇനി നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെള്ളം കുറച്ച് ഒഴിച്ചെടുത്തിട്ട് ചീര ഇടുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് അങ്ങനെയും നമുക്ക് ഒരു കറി ആയിട്ട് വെക്കാം കേട്ടോ. പക്ഷേ തേങ്ങാപ്പാൽ അല്ല കട്ടിയിൽ ഒഴിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ തേങ്ങ ഒന്നില്ലെങ്കിൽ അരച്ച് ചേർത്തിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ കറി കൂടുതൽ ടേസ്റ്റ്. ഇവിടെ അരക്കിനേക്കാളും ഇങ്ങനത്തെ കറികൾ തേങ്ങ പാലൊഴിക്കാനായിട്ട് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ച് കട്ടിയിൽ പാലെടുക്കുകയാണ് ചെയ്തത്. ഇനി ഇതൊന്ന് പതപ്പിച്ചെടുത്തിട്ട് ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കുക. അങ്ങനെ നമ്മളെ ലഞ്ചും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന അടുക്കള പണികളാണ് ഇതൊക്കെ. ആ ടൈം കൊണ്ട് തന്നെ നമ്മൾ അമ്മി വറക്കുന്ന ടൈം കൊണ്ട് തന്നെ നമുക്കിനി ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാം. ഞാൻ ഓരോന്നും ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം ഒരുപാടൊന്നുമില്ല, എന്നാലും ബാക്കിയുള്ള പാത്രങ്ങളും കൂടി ഇനി കിച്ചൺ ക്ലീൻ ആക്കലാണ് അടുത്ത പണി. എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു പോയി കിച്ചണൊക്കെ ക്ലീനാക്കി കുളിക്കലാണ് അടുത്ത പണിയിട്ടാണ്. നമ്മൾ ഓരോ പണിയെടുക്കുമ്പോൾ അപ്പപ്പം ഉള്ള പാത്രങ്ങൾ അപ്പപ്പം കഴുകി വെക്കുക. എന്തായാലും ലാസ്റ്റ് നമുക്ക് എന്തായാലും കഴുകാനുണ്ടാവും. ലാസ്റ്റ് എല്ലാ പണിയും കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കൗണ്ടർ ടോപ്പും ഇതുപോലെ സിങ്കും ഇതൊക്കെ കഴുകി വൃത്തിയാക്കാൻ നോക്കുക. അപ്പോൾ നമ്മളെ കിച്ചൺ എപ്പോഴും നീറ്റും ഫ്രഷായി കിടക്കും. കാരണം നമ്മൾ ഈ മീൻ കഴുകുമ്പോൾ പിന്നെ പാത്രം കഴുകുകളൊക്കെ ഇവിടെ ആ വെള്ളം തെറിച്ച് മീനിൻ്റെ മണം എടുക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഡെയിലി കഴുകും കേട്ടോ. പ്രത്യേകിച്ച് മീനുള്ള ദിവസം എന്തായാലും സ്കിപ്പ് ചെയ്യില്ല, പരമാവധി ഞാൻ കഴുകലുണ്ട്. പിന്നെ അത്രയും മടിയുള്ള ദിവസങ്ങളിൽ ഞാൻ ചില ദിവസങ്ങളിൽ തുടയ്ക്കുള്ളൂ കേട്ടോ, വെറുതെ തുണിയെടുത്ത് തുടയ്ക്കുള്ളൂ. അല്ലാത്ത ദിവസങ്ങളൊക്കെ ഞങ്ങൾ കഴുകാറുണ്ട് കേട്ടോ. പാത്രം കഴുകണതിൻ്റെ ഇടയിൽ വന്നിട്ട് ഞാൻ ഇടയ്ക്ക് മീൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ആക്കണുണ്ട് കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് ഞാൻ മൊരിച്ചെടുക്കുള്ളൂ, മീനൊക്കെ ഒന്ന് നല്ലോണം വെന്തോട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോൾ നമ്മൾ ഫിഷ് ഫ്രൈയും അതിനിടയിൽ റെഡിയായി. അപ്പോൾ നമ്മളെ പണികൾ പെട്ടെന്ന് കഴിഞ്ഞു. ഒന്ന് ചെയ്യുമ്പോൾ ഒന്ന്, അതായത് നമ്മൾ മൾട്ടി ഫങ്ഷനിങ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് 10 മിനിറ്റിലൊക്കെ പണി തീർക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ നല്ല സിമ്പിൾ ലഞ്ചായിരുന്നു, കണ്ടില്ലേ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ലഞ്ചുമാണ് കേട്ടോ. ഇതൊക്കെ സിമ്പിളാണെന്ന് വെച്ചിട്ട് ഇത് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല കുത്തരി ചോറ്, പരിപ്പ് കറി, പിന്നെ ഇതെന്തിട്ടെന്ന് മനസ്സിലായി, നമ്മളെ ഇന്നലത്തെ മീൻകറിയാണ് കേട്ടോ. ഇവിടെ എനിക്ക് മീൻകറിനോട് വലിയ താല്പര്യമില്ല, പക്ഷെ ഇന്നലത്തെ മീൻകറിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നല്ല വറ്റിയിട്ട് കണ്ട കുറച്ചുള്ളെങ്കിലും ഈ ഒരു കറിക്ക് ഫാൻസ് കൂടുതലാട്ടോ ഇവിടെ. ഫ്രഷ് ആയിട്ട് വയ്ക്കുന്നതിലും ഈ ഒരു വറ്റി കിട്ടുന്ന കറി എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ ആ ഒരു കറി, മീൻ പൊരിച്ചത്, നല്ല തൈര്, അച്ചാറ്, ഇനി വേറെ എന്ത് വേണം ചോറിനാൻ. 10 മിനിറ്റ് പോലും വേണ്ടാത്ത ചെറിയ റെസിപ്പികളാണ് ഇതൊക്കെ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്